ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിവേട്ട വ്യാപകമായതോടെ തൊണ്ടി മുതൽ സൂക്ഷിക്കൽ പോലീസിന് തലവേദനയാകുന്നു. ഇതോടെ സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന ലഹരി വസ്തുക്കൾ നശിപ്പിക്കാൻ അനുമതി നൽകി. കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് പരിധിയിൽ കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വൻതോതിൽ ലഹരി വസ്തുക്കൾ നശിപ്പിച്ചു. കിലോ കണക്കിന് കഞ്ചാവും MDMAയും അടക്കമാണ് നശിപ്പിച്ചത്. ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല ചുമതലയേറ്റയുടൻ എടുത്ത ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനമാണ് ലഹരി മാഫിയയ്ക്കെതിരായ സന്ധിയില്ലാ പോരാട്ടം. ഓപ്പറേഷൻ തൂഫാനായി അത് ആഞ്ഞടിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനുകൾ പിടികൂടിയ ലഹരി വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞു. കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് പരിധിയിൽ നിരവധി കേസുകളാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തത്. സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ പോലീസ് ഒന്നായി ഇറങ്ങിയപ്പോൾ കിലോ കണക്കിന് കഞ്ചാവ് ഉൾപ്പെടെ പിടികൂടിയിരുന്നു. MDMA, ബ്രൗൺ ഷുഗർ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയും പിടികൂടി. പിടിച്ചെടുക്കുന്ന ലഹരി വസ്തുക്കൾ സ്റ്റേഷനുകളിൽ സൂക്ഷിക്കുക വലിയ പ്രയാസവും സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് 2021 മുതൽ 2023 വരെ കാലയളവിൽ പിടികൂടിയ ലഹരി വസ്തുക്കൾ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നശിപ്പിച്ചത്. വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത 127 കേസുകളിൽ പിടികൂടിയ 58 കിലോയോളം കഞ്ചാവ്, 2 കിലോയിലധികം MDMA, 54 ഗ്രാം ബ്രൗൺ ഷുഗർ എന്നിവയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പോലീസ് നശിപ്പിച്ചത്. സ്പെഷ്യൽ ബ്രാഞ്ച് ACP AV ജോൺ, നാർക്കോട്ടിക് സെൽ ACP VA സുരേഷ് എന്നിവരും കമ്മീഷണർക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.